നമ്മുടെ കേരളം കണ്ട വലിയൊരു ദുരന്തമാണ് ഇന്നലെ നടന്നത്. തൃശ്ശൂർ പൂരത്തിന്റെ പാറമേക്കാവിന്റെ വെടിക്കെട്ട് വരികെ തീപിടിച്ചു. ഒരു 10-13 മരിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ഉത്സവങ്ങളെല്ലാം വർണ്ണാഭളമാക്കിയ കുറച്ച് ജീവനുകളെ പൊലിഞ്ഞു. ആദ്യം അവർ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. എനിക്കിന്നലെ ആ ഒരു വാർത്ത കണ്ടപ്പോൾ തൊട്ട് മനസ്സിൽ തോന്നിയൊരു സംശയമാണ്. എന്നെ മാത്രമാകാം. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഇത്ര ഹൈലി സെക്യൂർഡ് ആയിട്ട് ഇത്രയും സെക്യൂരിറ്റി ഇഷ്യൂസ് നോക്കി പുറത്തുനിന്ന് ഒരാളെയും കടത്താത്തൊരു സ്ഥലത്ത് എല്ലാ വർഷത്തിലെയും പോലെ അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ ഇൻക്ലൂഡിങ് ഓൺലൈൻ മീഡിയാസ് ചെന്ന് കയറി ഇതിൻ്റെ വിഷ്വൽസ് കവർ ചെയ്യുന്നു. അവരിത് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഫേമസ് ആയി മണിക്കൂറുകൾക്കകമാണ് ഈ സ്ഫോടനം നടക്കുന്നത്. അപ്പോൾ എനിക്ക് അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ എന്തോ ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ ഒരു ആസൂത്രിതത അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ പോയവരുടെ കയ്യിൽ നിന്നുണ്ടായ ഒരു മിസ്റ്റേക്ക് ആവും ചിലപ്പോൾ ഈ വലിയ സ്ഫോടനം കാണുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്വാർത്ഥ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഈ മാധ്യമങ്ങളുടെ ഇടയിലേക്ക് എന്തെങ്കിലും കുത്തിത്തിരി കയറ്റി വിട്ടതാവാം ഒരു സ്ഫോടനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണത്. അപ്പോൾ ഈ ഇത്രയും വർഷമായിട്ടും ഇല്ലാത്തൊരു സംഭവത്തിൽ ഇത്ര ഹൈലി സെക്യൂരിറ്റി സ്ഥലത്ത് ഈ ക്യാമറയും മൈക്കും തൂക്കി പിടിച്ച് ഇരുമ്പ് പോലും ഉപയോഗിക്കുന്ന സ്ഥലത്താണ് ഈ പോകുന്നതെന്ന് ആലോചിക്കണം, ഇത്രയും എക്യുപ്മെൻറ്റ്സുമായിട്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു സ്ഫോടനം ആയിക്കൂടിയത്. നീ അങ്ങനെ ഒരു മനസ്സിലാവും ഈ ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ പോലത്തൊരു വലിയൊരു ഉത്സവത്തിനെ തകർക്കാനുള്ളൊരു ആസൂത്രിതമാവാം. അല്ലെങ്കിൽ ഇപ്പം പല വർഷങ്ങളിലും പല രാഷ്ട്രീയപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും തൃശ്ശൂർ പൂരത്തിൻ്റെ പേര് നടക്കുന്നുണ്ട്. അങ്ങനെയും നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ എന്തായാലും എനിക്കിതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് മാത്രം തോന്നുന്നതാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയായിരുന്നു ഈ വാർത്ത കേട്ട ശേഷം? എന്തെങ്കിലും ഒരു ആസൂത്രിതമായിട്ട് നടന്നതാണെന്ന് തോന്നുന്നുണ്ടായിരുന്നോ? നിങ്ങളുടെ കമൻ്റ് ഒന്ന് രേഖപ്പെടുത്തുക അതിൻ്റെ അകത്ത്. താങ്ക് യു.